ഹലോ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഏഞ്ചലിൻ്റെ വിങ്സ് ചെയ്യാനാണ് പഠിച്ചത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഏഞ്ചലിൻ്റെ തന്നെ രണ്ട് പാർട്സ് നമ്മൾ ഒരു ഡിവൈൻ ഫീലിന് വേണ്ടിയിട്ട് തലയ്ക്ക് പുറകിലുള്ളൊരു റൗണ്ടും പിന്നെ നമ്മുടെ ഹെയറും പിന്നെ ബോഡി പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ്ങുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക. പിന്നെ നമ്മുടെ പ്ലേലിസ്റ്റിൽ നമ്മുടെ ക്ലിപ്പ് സെറ്റിൻ്റെ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട് ട്രൈ ചെയ്ത് നോക്കി എനിക്ക് പിക്ക് അയച്ചു തരാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിവൈൻ ലുക്ക് തോന്നാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിൽ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇത് ഞാൻ പാറ്റേൺ കാണിക്കാം. ആദ്യത്തെ റോയിൽ നമ്മൾ 8 സിംഗിൾ ക്രോഷ്യ, രണ്ടാമത്തെ റോയിൽ ഇൻക്രീസ് 8 ഇൻക്രീസ്, മൂന്നാമത്തെ റോയിൽ ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, നാലാമത്തെ റോയിൽ 2 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ്, അഞ്ചാമത്തെ റോയിൽ നമ്മൾ ചെയ്യുന്നത് 3 സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ചിട്ട് അറ്റാച്ച് ചെയ്യണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ടും കൂടി എല്ലാ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ചിട്ടും കൂടി ചെയ്യാം. ഓക്കെ, ഞാനത് ചെയ്തിട്ടില്ല. അപ്പം ഇങ്ങനെയാണ്. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ യാൺ സെക്യൂർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിവൈൻ പാർട്ടിന് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾ പാറ്റേൺ അനുസരിച്ച് ചെയ്യാം. ഇതിപ്പോൾ അമിഗുരുമി ചെയ്യുന്ന എല്ലാവർക്കും അത് അറിയാവുന്ന സിമ്പിൾ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കാണിച്ചു തരാത്തത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അത് നമ്മുടെ ഏഞ്ചലിനുള്ള ഹെയറിൻ്റെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ നമ്മൾ ഇതുവരെ ചെയ്തിരിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് 9 സിംഗിൾ ക്രോഷ്യ മാജിക് റിങ്ങിൽ, അത് കഴിഞ്ഞിട്ട് 9 ഇൻക്രീസ്, അത് കഴിഞ്ഞ് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഇൻക്രീസ് റോ, പിന്നെ 4ാമത്തെ റോ മുതൽ 11ാമത്തെ റോ വരെ 27 സിംഗിൾ ക്രോഷ്യ. ആ രീതിയിലാണ് നമ്മൾ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 11ാമത്തെ റോ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ 12ാമത്തെ റോയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ, 12ാമത്തെ റോ വരെ ചെയ്യാനുള്ളൂ. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മൾ ഇനി ചെയ്യേണ്ടത് ഫസ്റ്റ് സ്റ്റിച്ചിൽ, അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 7 ചെയിൻ ചെയ്യുക. 1 2 3 4 5 6 7 7 ചെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ചെയിനിലേക്ക്, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെയിൻ, സെക്കൻഡ് ചെയിനിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ ആദ്യം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഒരു മിനിറ്റ്. ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക, അതായത് 2 ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിലേക്ക് പിന്നെയും ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുക. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്, അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അതിൻ്റെ അടുത്ത സ്റ്റിച്ചിൽ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇൻക്രീസ്. ഞാൻ അങ്ങനെ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളതങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടുത്ത സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് അതിൻ്റെ അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യേണ്ടത്. അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ തന്നെ 7 ചെയിൻ ചെയ്യുക. ആദ്യത്തെ സ്റ്റിച്ച് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിലേക്ക് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, അടുത്ത ചെയിനിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ, പിന്നെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. ആ രീതിയിൽ നമ്മൾ 14 തവണയാണ് ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിത് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരും. 14 തവണ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ഇതിൻ്റെ ഫുൾ ചെയ്യണം. വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. 7 ചെയിൻ ചെയ്യുക, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ. ഇപ്പോൾ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് അടിച്ചിട്ട് ഒന്നും കൂടി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ 17 തവണ ഇതിനും ചുറ്റും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്യേണ്ടതുണ്ട്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. ലാസ്റ്റത്തെ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റത്തെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. യാൺ കട്ട് ചെയ്തിട്ട് നമുക്കതൊന്ന് ഉള്ളിലേക്ക് നമുക്ക് അത്യാവശ്യം കുറച്ച് നീളത്തിൽ തുന്നാനുള്ള നീളത്തിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒരു ചെയിനും കൂടി ഇട്ടിട്ട് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ടൈറ്റ് ആയിട്ട് ചെയ്തിട്ട് ഒരു ചെയിൻ ഇടുക. നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, പക്ഷെ എന്നാലും ഒരു ചെയിനും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് സെക്യൂർ ആയിട്ട് ഇരുന്നോളൂ. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇനി അത്
തുന്നി ചേർത്താൽ മതി. ഞാനത് ഇപ്പോൾ തുന്നുന്നില്ല, നിങ്ങൾ ജസ്റ്റ് സ്റ്റിച്ചിൻ്റെ ഇടയിൽ കൂടെ തുന്നിയാൽ മതി. അപ്പം നമ്മുടെ ഏഞ്ചലിൻ്റെ ഹെയർ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഹെയറിൻ്റെ ബാക്കിൽ ഇതുപോലെ ഒരു ഡിവൈൻ ടച്ചിന് വേണ്ടിയിട്ട് വെക്കാനുള്ളതാണ്. ഓക്കെ, ഇത്രയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏഞ്ചലിൻ്റെ അടുത്ത പാർട്ട് ബോഡിയുടെ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ അക്സസറീസ് ഒക്കെ റെഡിയായി, വിങ്സ് റെഡിയായി, ഈ ഡിവൈൻ ഇത് റെഡിയായി, ഹെയറും റെഡിയായി. ഇനി നമുക്ക് ബോഡിയിലേക്കാണ് കിടക്കേണ്ടത്. ബോഡിക്ക് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കൈയാണ്. ഓക്കെ, നമ്മൾ നമ്മുടെ ബേസ് ബോഡിയുടെ നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ ചെയ്തപ്പോൾ നമ്മൾ കൈ ചെയ്തില്ലേ, ഏകദേശം സിമിലർ ആണ്. പക്ഷെ സ്റ്റിച്ച് കൗണ്ടൊന്നും സെയിം അല്ല കേട്ടോ, വ്യത്യാസമുണ്ട്. അപ്പം ഇതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, സിമിലർ ലുക്കാണ് ഉണ്ടാകുന്നത് ചെയ്ത് കഴിയുമ്പോൾ. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ഈ കൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മൾ സ്കിന്നിന് ഇപ്പോൾ വേണ്ടിയിട്ട് ഇപ്പം എടുത്തിരിക്കുന്നത്, സ്ലീവിൻ്റെ ഇവിടെ സ്കിന്നിന് വേണ്ടി എടുത്തിരിക്കുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. നിങ്ങൾക്ക് ക്രീമോ ഓഫ് വൈറ്റോ നിങ്ങൾക്ക് ഏതാണോ സ്കിന്നിന് വേണ്ട കളറ് നിങ്ങൾക്ക് ആ കളർ ചൂസ് ചെയ്യാം. ഓക്കെ, ഞാനപ്പോൾ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് ആദ്യം മാജിക് റിങ് ചെയ്യാം. നമ്മൾ ആദ്യത്തെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ പറഞ്ഞത് നമ്മുടെ എല്ലാം കോട്ടൺ 4 പ്ലേ ആണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ പാറ്റേണിനെല്ലാം. അപ്പോൾ നമുക്ക് ആദ്യം മാജിക് റിങ് ചെയ്യാം. മാജിക് റിങ്ങിലേക്ക് നമുക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ 6 സിംഗിൾ ക്രോഷ്യ ചെയ്യാം. നിങ്ങൾ കറക്റ്റ് ടൈറ്റ് ആയിട്ട് തന്നെ ചെയ്ത് പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അമ്മയൂരുമ ചെയ്യുമ്പോൾ. ഓക്കെ, ഫസ്റ്റ് സ്റ്റിച്ചിൽ സ്റ്റിച്ച് മാർക്കർ ഇട്ടു. ഞാനപ്പോൾ ഈ റൗണ്ട് ഫുൾ മാജിക് റിങ്ങിലെല്ലാം 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ 6 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. ഇനി മാജിക് റിങ് ക്ലോസ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ റോ മുതൽ 5ാമത്തെ റോ വരെ 6 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്, വേറൊരു വ്യത്യാസവും ഇല്ല. 6 സിംഗിൾ ക്രോഷ്യ, ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം. ഒരു റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, 6 സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. അങ്ങനെ ടോട്ടൽ റോ 2 മുതൽ റോ 5 വരെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ് റോ 2 മുതൽ റോ 5 വരെ നമുക്ക് 6 സിംഗിൾ ക്രോഷ്യ വീതം ഓരോ റൗണ്ടിലും ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പം അങ്ങനെ നമ്മൾ 5th റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 6th റോ മുതൽ നമുക്ക് വേണ്ടത് വൈറ്റ് യാണാണ്. കണ്ടോ, നമുക്ക് വൈറ്റ് യാണാണ് ഇനി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കളർ ചേഞ്ച് ചെയ്യണം. അപ്പം ഞാനിത് വൈറ്റ് കളറിലേക്ക് കളർ ചേഞ്ച് ചെയ്യുവാണ്. നമ്മുടെ ലൂപ്പിൽ കൂടെ ഇൻസേർട്ട് ചെയ്യുന്നു. വൈറ്റ് കളറിലേക്ക് നമുക്ക് കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒരു ലൂപ്പ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ കളർ ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് 6ാമത്തെ റോയിൽ ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ചുകളാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടോട്ടൽ നമുക്ക് 6 ഇൻക്രീസുകളാണ് നമുക്ക് ഈ റോയിൽ ചെയ്യേണ്ടത്. അപ്പോൾ ടോട്ടൽ നമുക്ക് 12 സ്റ്റിച്ചുകൾ ഉണ്ടാവും. ഓക്കെ, അറിയാലോ, ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഞാൻ ഈ ബാക്കിയുള്ള യാൺ സെക്യൂർ ചെയ്യണം എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ബാക്കിൽ ഇങ്ങനെ വെക്കുകയാണ്. ഒരു സ്റ്റിച്ചായി, 2 സ്റ്റിച്ചായി. അപ്പോൾ ഒരു ഇൻക്രീസ് കംപ്ലീറ്റ് ചെയ്ത് ഇതുപോലെ തന്നെ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഈ റോ കംപ്ലീറ്റ് നമുക്ക് ഇൻക്രീസ് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഒരു 2 പ്രാവശ്യം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ യാൺ വലിച്ചിവിടെ സെക്യൂർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ യാൺ ഇവിടെ കട്ട് ചെയ്ത് കളയാം. ക്രീം യാൺ. ഓക്കെ, വൈറ്റ് യാൺ അല്ല കേട്ടോ, ക്രീം യാൺ. എന്നിട്ട് ഞാൻ ഇനി ഫ്രണ്ട് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ്യ എല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാം. ഈ റോ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 12 സ്റ്റിച്ചുകളാണ് വേണ്ടത്. നമ്മളങ്ങനെ ആ റോ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇൻക്രീസ് ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം. ഇനി അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് 12 സിംഗിൾ ക്രോഷ്യാണ്. നോർമൽ നമ്മുടെ സിംഗിൾ ക്രോഷ്യ തന്നെ 12 എണ്ണം ആ റൗണ്ട് ഫുൾ നമുക്ക് ചെയ്യാം. ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം കേട്ടോ. 12 സ്റ്റിച്ച് ഉണ്ടാവണം ആ റോ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ.
നമ്മളങ്ങനെ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 8ാമത്തെ റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്നുമില്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യ റിവേഴ്സ്, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്ക് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ബാക്ക് ലൂപ്പിൽ കൂടെ സിംഗിൾ ക്രോഷ്യയാണ്. ബാക്ക് ലൂപ്പിൽ കൂടി ഇൻസേർട്ട് ചെയ്യുക. ഇത് നമ്മുടെ നോർമൽ സിംഗിൾ ക്രോഷ്യ തന്നെ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ 12 സിംഗിൾ ക്രോഷ്യ ചെയ്യണം. അത് ബാക്ക് ലൂപ്പിൽ കൂടി മാത്രമായിരിക്കണം. ഓക്കെ, ഞാനത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. നമ്മളങ്ങനെ ബാക്ക് ലൂപ്പിൽ കൂടി ഫുൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 9ാമത്തെ റോ മുതൽ 11ാമത്തെ റോ വരെ എല്ലാ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ്യ, നോർമൽ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യേണ്ടത്. 9 മുതൽ 11 വരെ 3 റോകളിൽ. ഓക്കെ, ഞാനപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അത് വേറെ കാണിക്കുന്നില്ല, നോർമൽ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ 11ാമത്തെ റോ വരെ സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. അടുത്ത റോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷ്യ ഒരു ഡിക്രീസ് എന്നുള്ള രീതിയിലാണ് ചെയ്യേണ്ടത്. 4 തവണ റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ നമുക്ക് 8 സ്റ്റിച്ചാണ് ആ റോയിൽ ഉണ്ടാവുന്നത്. എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷ്യ, നോർമൽ സിംഗിൾ ക്രോഷ്യ തന്നെയാണ് കേട്ടോ ചെയ്യേണ്ടത്. സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിക്രീസ് ആണ്. ഡിക്രീസ് ചെയ്യുമ്പോൾ ഫ്രണ്ട് ലൂപ്പിൽ കൂടി മാത്രം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇത് തന്നെ നമ്മൾ 4 തവണ റിപ്പീറ്റ് ചെയ്യണം. കഴിഞ്ഞ് കഴിയുമ്പോൾ ടോട്ടൽ നമുക്ക് 8 സ്റ്റിച്ചുകളാണ് വേണ്ടത്. ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ 6 റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 13 മുതൽ 15ാമത്തെ റോ വരെ ജസ്റ്റ് സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. നമുക്കിപ്പോൾ ഇതിൽ 8 സ്റ്റിച്ചുകളുണ്ട്. ആ 8 സ്റ്റിച്ചുകളിൽ കൂടെ 3 റോയിൽ 13 മുതൽ 15ാമത്തെ റോ വരെ നമുക്ക് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. ചെയ്തിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം നമ്മൾ 15ാമത്തെ റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീളത്തിൽ, അധികം നീളമൊന്നും വേണ്ട, പക്ഷെ നമുക്ക് തുന്നി ചേർക്കാവുന്ന രീതിയിൽ നീളത്തിൽ കട്ട് ചെയ്യുക. നമുക്ക് ഫാസ്റ്റൺ ഓഫ് ചെയ്യാം. ഇതിൽ നമുക്ക് സ്റ്റഫിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ആ ബാക്ക് ലൂപ്പ് ഇട്ട് ചെയ്തില്ല, ബാക്ക് ലൂപ്പ് ഇട്ട് ചെയ്ത് കൊടുത്താൽ എനിക്ക് ഇതുപോലെ കാണാൻ പറ്റും. കണ്ടോ, ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾ ജസ്റ്റ് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൈ പോലെ ആക്കാനുള്ളതാണ്. നമുക്ക് ഒന്ന് ഉള്ളിലേക്ക് അത് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എല്ലാ വശത്തു നിന്നും ഉള്ളിലേക്കൊന്ന് ഇത് കറക്റ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ആ ബാക്ക് ലൂപ്പ് ചെയ്തതിൻ്റെ ആ ഭാഗമാണ് നമുക്ക് പുറത്തിരിക്കേണ്ടത്. ഓക്കെ, ഓക്കെ കണ്ടോ, ഇപ്പം നമ്മുടെ സ്ലീവ് പാർട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളതുപോലത്തെ 2 എണ്ണമാണ് ഉണ്ടാക്കി വെക്കേണ്ടത്. ഓക്കെ, ഇതുപോലത്തെ 2 എണ്ണം ഉണ്ടാക്കി വെക്കുക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ ബോഡി പാർട്ട് നമ്മൾ ചെയ്തു തുടങ്ങി, ഏഞ്ചലിനെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ പ്ലേലിസ്റ്റിൽ എല്ലാ വീഡിയോസും ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ക്രിസ്മസ് ആകുമ്പോഴേക്കും നമ്മുടെ ക്രിബിൻ്റെ ഫുൾ സെറ്റ് നമുക്ക് റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.